ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ആഴ്ചകൾ ആക്രമണം തുടരാൻ പദ്ധതികൾ തയ്യാറാക്കിയതായി IDF അറിയിച്ചു. ഇറാനെതിരായ പ്രവർത്തനങ്ങൾ പദ്ധതി പ്രകാരം പുരോഗമിക്കുകയാണ് എന്നും തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് സൈനിക മുന്നേറ്റമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികളോടൊപ്പം ഇറാനിലെ പ്രതിരോധ വ്യവസായ സ്ഥാപനങ്ങളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും കൂടുതൽ ശക്തമായി ആക്രമിക്കുവാൻ പദ്ധതിയിടുന്നുവെന്നാണ് വിവരം. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോഴും ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ബാക്കിയുണ്ടെന്ന് സൈന്യം പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ മുന്നിലുള്ള ആഴ്ചകളും ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി. CNN നൽകിയ അഭിമുഖത്തിൽ കുറഞ്ഞത് 3 ആഴ്ച കൂടി സൈനിക പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സഖ്യകക്ഷികളുമായി ചേർന്ന് കൂടുതൽ ദീർഘകാല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരായ നിലവിലെ സൈനിക നടപടി മുൻപ് നടന്ന ഏറ്റുമുട്ടലുകളേക്കാൾ വ്യാപകമാണെന്നും ഇത് 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതിനിടെ നിർണായകമായ ഹോർമുസ് വഴിയുള്ള എണ്ണ ടാങ്കറുകളുടെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ പ്രധാന എണ്ണ സംഭരണ കേന്ദ്രമായ ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭരണകൂടം ആലോചിക്കുന്നതായി ചില അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. അതേസമയം ഗൾഫ് മേഖലയിലും സുരക്ഷാ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്ത് ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വന്നത്. കൂടാതെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ വലിയ തീപിടുത്തമുണ്ടായതായും വിവരങ്ങളുണ്ട്. മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ സംഭവവികാസങ്ങൾ ആഗോള സുരക്ഷയും എണ്ണ വിപണിയെയും ബാധിക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു.